ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചെറുവണ്ണൂരിൽ ദർസ് വിദ്യാർത്ഥികൾ ചുമരെഴുത്തിന് പോയപ്പോൾ ഒരു CRPF ജവാൻ അവരെ തടഞ്ഞു നിർത്തുകയും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവസാനം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെമ്പ് വള ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു, അവനെ റിമാൻഡിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവമല്ല, കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നതാണ് നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ സേനകളിലും ഇത്തരം വർഗീയവാദികൾ, ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നതാണ്. അത് കേരളത്തിലായാലും പുറത്തായാലും എല്ലാ സേനകളിലും ഇത്തരം തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മളെല്ലാവരും ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും വിവിധ മതങ്ങളിൽപ്പെട്ടവരാണ്. അയൽവക്കത്തുള്ള ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പരസ്പരം കയറി ഇറങ്ങുകയും പരസ്പരം സൗഹൃദത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളോട് വളരെ കുശലം ചോദിക്കുന്നവർ, നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുന്നവർ, ഇവരിലെല്ലാം ഇതുപോലെയുള്ള മുന്നമാർ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന പേടി നമ്മളിൽ ഉളവാക്കുന്നു. ഇവനൊക്കെ നാട്ടിൽ വന്ന് ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഞെട്ടലോടുകൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ നാട് അത്രയ്ക്ക് വർഗീയ വിഷം ചീറ്റുന്ന, വർഗീയത പറയാൻ യാതൊരു മടിയുമില്ലാത്ത വൃത്തികെട്ട ആളുകൾ ജീവിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എത്രയോ വൃത്തികെട്ട വർഗീയതയാണ് പരസ്പരം പറഞ്ഞ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കേണ്ട ഈ രാജ്യത്ത് പരസ്പരം തമ്മിലടിക്കാനും വർഗീയമായി ഭിന്നിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം വിഷവിത്തുകളെ നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.